ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. അധികം മസാലകളൊന്നും ചേർക്കാതെ ആ ബീഫിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി കുക്കർ എടുത്ത് അതിലേക്ക് ഓൾറെഡി ബീഫിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കുക്കറിലേക്ക് ഇടുക. നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 80% ഈ ബീഫ് വെന്ത് കിട്ടിയാൽ മതി. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഒരു സവാള വലിപ്പമുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇട്ട് കൊടുത്താലേ ബീഫിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇട്ട് വേവിക്കുന്നതാണ്. ഇനി ഇത് കുക്കർ അടച്ച് നമുക്ക് ബീഫ് വേകാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം. പിന്നെ ഓരോ ബീഫിനുമൊക്കെ വേവിൻ്റെയും പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ തീയുടെയൊക്കെ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഞാനിവിടെ ഒരു 6-7 വിസിലടുപ്പിച്ചാണ് ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ആവിയിലിരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് ആയിക്കോളും. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ അളവൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ബീഫ് റോസ്റ്റ് ചെയ്യാനിടുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബീഫിനകത്ത് തേങ്ങാക്കൊത്ത് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ഗോൾഡൻ കളറാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയാണ് ഇന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളി ഞാനൊരു 250-300 ഗ്രാമോളം ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ടൊന്നൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ മസാലകളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. അതിന് ആ ബീഫിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക്. അപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ഞാൻ ഇതിനകത്തിൽ വഴറ്റിയെടുക്കുമ്പം കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബീഫിൽ കുറച്ചിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാൻ ലേശം കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ്. നന്നായിട്ടൊന്ന് മൊരിച്ച് വറുത്തെടുക്കണം ഉള്ളിയും. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാമത് ചേർക്കാൻ പോകുന്ന സാധനമെന്ന് പറയുന്നത് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്താണ്, ചില്ലി ഫ്ലെക്സാണ് ചേർക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് ഈ വറ്റൽമുളക് ചതച്ചത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുമിട്ട് അതിൻ്റെ പച്ചകുത്തലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഉള്ളിയും മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇറങ്ങിയിട്ടുള്ള വെള്ളം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആ വെള്ളത്തിൽ ഇത് മൂത്ത് കിട്ടാനും കുറച്ച് താമസം എടുക്കും. ബീഫ് പിന്നെയും വെന്ത് പോകും. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഉള്ളിയും വറ്റൽമുളകും എല്ലാം ബീഫിലൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കണം. പിന്നെ കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയോട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയമാകുമ്പോഴും നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് ലൂസായിട്ടുള്ള സമയത്ത് റോസ്റ്റ് ആകാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. കുറച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു കറുത്ത കളറിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അധികം മസാലയൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ ബീഫിൻ്റെ തനി ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.